അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ രാജ്യം ജനാധിപത്യത്തിൽ നിന്ന് സമഗ്രാധിപത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തെക്കുറിച്ചും അതിൻ്റെ മാനവികവും സാമൂഹികവുമായ ദൗത്യത്തെക്കുറിച്ചും നാം ചർച്ച ചെയ്യുന്നത്. വിഷലിപ്തമായ സമഗ്രാധിപത്യ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് സ്വതന്ത്രമായി വൈവിധ്യമുള്ളവരോട് സമരസപ്പെടാൻ സമൂഹത്തെ പാകപ്പെടുത്തുന്നതാകണം നമ്മുടെ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തെ പോലെ പ്രധാനമാണ് വിദ്യാഭ്യാസത്തിൻ്റെ രാഷ്ട്രീയവും. രാജ്യത്തെ ഏറ്റവും മികച്ച കലാലയങ്ങളിൽ നിന്ന് പോലും ജാതീയമായ അപരവൽക്കരണത്തിൻ്റെയും അവഗണനയുടെയും പേരിൽ ദളിത് പിന്നോക്ക വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നത് ദിനേന വർദ്ധിച്ചു വരുന്നു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമർപ്പിതരായ നമ്മുടെ പ്രപിതാക്കൾ ചിന്തിയ ചോരക്ക് യാതൊരു വിലയുമില്ലാതാക്കുന്ന കാഴ്ചകളാണ് നാം കാണുന്നത്. കുട്ടനാട്ടിൽ നരകജീവിതം നയിച്ചിരുന്ന അടിയാന്മാരെ പശ്ചാത്തലമാക്കി തകഴി എഴുതിയ രണ്ടിടങ്ങഴി എന്ന രചനയിൽ കോരൻ എന്ന കഥാപാത്രത്തെ തകഴി പരിചയപ്പെടുത്തുന്നുണ്ട്. വിളവിറക്കുന്ന കാലത്ത് അടിയാനോട് ചിരിക്കുകയും വിളവെടുപ്പിന്റെ കാലത്ത് അടിയാനോട് മുഖം കറുപ്പിക്കുകയും ചെയ്യുന്ന തമ്പ്രാൻ കോരന്റെ അച്ഛൻ മരണപ്പെട്ട സമയത്ത് ശവമടക്കാൻ പോലും സ്ഥലം നൽകാതെ വന്നപ്പോൾ ജഡം കായലിൽ തള്ളേണ്ട അടിയാന്റെ ഗതിയെ തകഴി ഹൃദയസ്പൃക്കായി വിവരിക്കുന്നുണ്ട്. അനിയന്ത്രിതവും നിർബന്ധിതവുമായി തമ്പ്രാക്കളുടെ ലൈംഗിക ചേഷ്ടകൾക്ക് വിധേയമായിരുന്ന അടിയാന്മാരുടെ സ്ത്രീകളുടെ നേർചിത്രവും രണ്ടിടങ്ങഴയിൽ തകഴി വിവരിക്കുന്നു. ജാതിയുടെയും തൊഴിലിന്റെയും നിറത്തിന്റെയും പേരിൽ അരികുവൽക്കരിക്കപ്പെട്ടവനിൽ അറിവും സ്വത്വബോധവും സന്നിവേശിക്കപ്പെടുമ്പോഴേ വിദ്യാഭ്യാസം പൂർണ്ണാർത്ഥം പ്രാപിക്കുന്നുള്ളൂ. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന നിരവധി പഠനങ്ങളിൽ ഔദ്യോഗിക സ്വഭാവമുള്ളതും വിശ്വസനീയവുമായതും തുടർ പ്രവർത്തനങ്ങളിൽ അവലംബിക്കപ്പെടുന്നതുമായ സർവേയാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നടത്തുന്ന നാഷണൽ അച്ചീവ്മെന്റ് സർവേ അഥവാ NIS. പാൻഡമിക് കാലത്തെ പഠനമെന്ന നിലയിൽ ഏറെ പ്രാധാന്യമുള്ള 2021 റിപ്പോർട്ട് ഈയിടെ പുറത്തുവന്നു. സാമൂഹിക സൂചകങ്ങളിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ പോലും മുന്നോട്ടുള്ള ഗമനത്തിൽ ചില അക്കാദമിക് തിരുത്തലുകൾക്ക് ഈ സർവേ ഉപകാരപ്പെടുമെന്ന് സുനിശ്ചിതമാണ്. 3, 5, 8, 10 എന്നീ ക്ലാസുകളിലെ കുട്ടികളിലാണ് സർവേ പരീക്ഷകൾ നടത്തിയത്. 2021 നവംബർ 12 ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 1,23,729 സ്കൂളുകളിൽ നടത്തിയ പരീക്ഷാഫലമാണ് NIS പുറത്തുവിട്ടത്. ഇതിൽ 5, 8, 10 ക്ലാസുകളിലെ മിക്ക വിഷയങ്ങളിലും കേരളം ദേശീയ ശരാശരിക്കും താഴെയാണ് എന്ന് നാഷണൽ അച്ചീവ്മെന്റ് സർവേ പറയുന്നു. കേരളത്തിലെ ഗണിതശാസ്ത്ര പഠനം പിന്നോട്ടു പോകുന്നതും SC/ST വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വേണ്ടത്ര മെച്ചപ്പെടാത്തതും റിപ്പോർട്ടിലെ പ്രധാന പഠന വിഷയമാണ്. NIS സർവേയോട് ചേർത്ത് വായിക്കേണ്ട 2 ഘടകങ്ങളുണ്ട്. ഒന്ന് സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണവും രണ്ടാമത്തേത് ദേശീയ വിദ്യാഭ്യാസ നയവും. 1986 ദേശീയ വിദ്യാഭ്യാസ നയമാണ് ദേശീയ പാഠ്യപദ്ധതി എന്ന ആശയം മുന്നോട്ട് വെച്ചത്. വിദ്യാർത്ഥി അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന ഘടകമാണെന്നും പ്രശ്നസങ്കീർണമായ ലോകത്ത് സ്വയം വഴി കണ്ടെത്താൻ വിദ്യാർത്ഥിക്ക് കഴിയണമെന്നുമുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് നിലവിലുള്ള പാഠ്യപദ്ധതി പരിഷ്കരണം നടക്കുന്നത്. പക്ഷേ ഈ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലൂടെ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഭാഷ അന്യം നിന്നു എന്നതാണ് വസ്തുത. ഭാഷ ജൈവികമാണെന്നും അത് കുട്ടി സ്വയം ആർജിക്കുമെന്നുമുള്ള അമേരിക്കൻ ചിന്തകൻ നോം ചോംസ്കിയുടെ തത്വം കേരള പാഠ്യപദ്ധതി പരിഷ്കരണം സ്വീകരിച്ചപ്പോൾ അക്ഷരങ്ങൾ അറിയാത്ത കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു. ഇത് ഏറെ ബാധിച്ചത് സാധാരണക്കാരൻ്റെയും കൂലിപ്പണിക്കാരൻ്റെയും മക്കളെയാണെന്നതാണ് യാഥാർത്ഥ്യം. കേരളം പുതിയ പാഠ്യപദ്ധതി രൂപീകരണത്തിലേക്ക് കടക്കുന്ന ഈ ഘട്ടത്തിൽ ഈ കുറവുകൾ പരിഹരിക്കപ്പെടുമെന്ന് പ്രത്യാശിക്കാം. ഇതുപോലെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ദേശീയ വിദ്യാഭ്യാസ നയം. 2020 അംഗീകരിക്കപ്പെട്ട കസ്തൂരിരംഗൻ അധ്യക്ഷനായ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ നിർദ്ദേശങ്ങൾ പാടെ തള്ളിയാണ് സമർപ്പിക്കപ്പെട്ടത്. രാജ്യം ഭരിക്കുന്ന ഫാഷിസ്റ്റ് ഭരണകൂടത്തിന്റെ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകി പുറത്തുവന്ന റിപ്പോർട്ട് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാഭ്യാസത്തെ സംസ്ഥാനങ്ങൾക്ക് യാതൊരു അധികാരവും നൽകാത്ത രൂപത്തിൽ ഫാഷിസ്റ്റ് ഭരണകൂടം ഉന്നം വെക്കുന്ന ഏകശിലാത്മക സ്വഭാവത്തിലേക്ക് പരുവപ്പെടുത്തുന്നതിന്റെ ആദ്യ ചുവടുവെപ്പുകളിലൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയം. പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഒരിടത്തും സെക്യുലറിസം എന്ന പദം പോലും പ്രയോഗിക്കുന്നില്ല. മാത്രമല്ല കേന്ദ്രത്തിൽ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മാനവ വിഭവശേഷി വകുപ്പിന്റെ പേരുപോലും മാറ്റാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. നിലവിലുള്ള ന്യൂനപക്ഷ പദവിയെക്കുറിച്ച് നയം പൂർണ്ണമായ മൗനം പാലിക്കുന്നു. 34 വർഷത്തിനു ശേഷമാണ് ഇന്ത്യയിൽ പുതിയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിക്കുന്നത്. നിലവിലുള്ള ഭരണകൂടം ഇത് 2040 വരെ നിലനിൽക്കുമെന്നും പറഞ്ഞു വെക്കുന്നു. വിദ്യാഭ്യാസ നയത്തിലെ മറ്റൊരു അപകടം നാഷണൽ ട്യൂട്ടേഴ്സ് പ്രോഗ്രാം എന്ന ഭാഗമാണ്. ഇപ്പോൾ അഗ്നിപഥ് നടപ്പാക്കിയതിനു സമാനമായ പദ്ധതിയാണിത്. റിട്ടയർ ചെയ്തവരോ സന്നദ്ധ സേവകരോ ആയ അധ്യാപകരെ വിദ്യാലയങ്ങളിൽ നിയമിക്കുക
നിയമിക്കുകയും സ്ഥിര നിയമനങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്യുന്നത് രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയെ ബാധിക്കുന്നതോടൊപ്പം രൂക്ഷമായ തൊഴിലില്ലായ്മക്കും കാരണമാകും. മറ്റൊരു പ്രധാന അപകടം വിദ്യാഭ്യാസത്തിന്റെ കോർപ്പറേറ്റ് വൽക്കരണമാണ്. ഇത് രണ്ട് രൂപത്തിൽ സാധ്യമാക്കാമെന്ന് വിദ്യാഭ്യാസ നയം സൂചിപ്പിക്കുന്നു. ഒന്ന്, ഒരു റെഗുലേറ്ററി കമ്മീഷനെ നിയോഗിച്ചുകൊണ്ടാണ്. ടെലികോം, വൈദ്യുതി മേഖലകളിൽ രാജ്യം ഇത് അനുഭവിച്ചതാണ്. രണ്ടാമത്തേത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സ്വയംഭരണാവകാശം നൽകിയാണ്. സർവകലാശാലകളുടെ വിശാലമായ അധികാരങ്ങളെ എടുത്തുകളയുകയും സിലബസും കരിക്കുലവും രൂപീകരിക്കാനുള്ള അവകാശം ഡൽഹിയിലേക്ക് ചുരുക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രവണത പൂർണ്ണമാവുന്നു. രാജ്യത്തെ പ്രാദേശിക വൈജാത്യങ്ങളെ നിഷ്പ്രഭമാക്കി സങ്കുചിതമായ അജണ്ടകൾ നടപ്പിലാക്കുന്ന പ്രവണത ദശകാലം എതിർക്കപ്പെടേണ്ടതാണ്. പാഠ്യപദ്ധതി പരിഷ്കരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അക്കാദമിക് മേഖലകളിൽ തുടങ്ങിക്കഴിഞ്ഞ സമയം കൂടിയാണിത്. പാഠപുസ്തകങ്ങളുടെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ആശയ രൂപീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാടിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പാഠ്യപദ്ധതി തയ്യാറാക്കപ്പെടേണ്ടത്. അനിയന്ത്രിതമായ ലിബറൽ ചിന്തകൾ അമേരിക്കയെ പോലും എങ്ങനെ ബാധിച്ചു എന്ന് നാം പഠിക്കണം. അമേരിക്കയിലെ വലതുപക്ഷ തീവ്രവാദം ശക്തിപ്പെടാനുള്ള കാരണങ്ങളിലൊന്ന് വഴിവിട്ട ലിബറൽ ചിന്തകൾ അനുവദിച്ചതാണ്. ലിബറലിസത്തിനു വേണ്ടി ഏറെ വാദിക്കുകയും ആദർശ പരിണാമത്തിന്റെ അവസാന ഘട്ടത്തിൽ മനുഷ്യൻ എത്തിച്ചേർന്നു എന്ന് ദി എൻഡ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ലാസ്റ്റ് മെൻ എന്ന പുസ്തകത്തിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്ത ഫ്രാൻസിസ് ഫുക്കുയാമ എന്ന അമേരിക്കയിലെ തലയെടുപ്പുള്ള രാഷ്ട്രീയ ചിന്തകൻ പോലും അവസാനം നിയോ കൺസർവേറ്റീവ് മൂവ്മെന്റിലേക്ക് ചേക്കേറി എന്നതാണ് യാഥാർത്ഥ്യം. ഇംഗ്ലീഷ് ദാർശനികനായ ജോൺ ലോക്കിലേക്ക് ലിബറലിസത്തിന്റെ പിതൃത്വം ചേർക്കപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് ആധുനിക കാലത്തെ ലിബറലിസത്തുമായി യാതൊരു ബന്ധവുമില്ല. ലിംഗനീതിയുടെയും ലിംഗസമത്വത്തിന്റെയും പേരിൽ നടപ്പാക്കപ്പെടുന്ന പരിഷ്കരണങ്ങൾ സമൂഹത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ വിസ്മൃതിയിലാകുന്ന രൂപത്തിലാകരുതെന്നും മൂല്യാധിഷ്ഠിത സമൂഹത്തെ സൃഷ്ടിക്കാൻ ഉപകരിക്കപ്പെടുന്നതാകട്ടെ പുതിയ പരിഷ്കാരങ്ങളെന്നും പ്രത്യാശിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.